അടൂർ പ്രകാശിൻ്റെ മാത്രം പ്രശ്നമല്ല. അടൂർ പ്രകാശിൻ്റെ പ്രശ്നം ഒന്നാമത്. രണ്ടാമത് അവിടുത്തെ പഞ്ചായത്ത് പിടിച്ചു കൊടുത്തത് ഞാനാണ്. അരുവിക്കര നിയോജകമണ്ഡലത്തിൽ ആകെ കിട്ടിയൊരു പഞ്ചായത്തും ബ്ലോക്കും ജില്ലയും വെള്ളനാട് മാത്രമാണ്. ഞാൻ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് മൂന്നും കിട്ടിയത്. പക്ഷേ രണ്ടിടത്തും അഴിമതിയാണ്. പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ പൈസ ഇല്ലാത്തവനൊരു കാര്യമില്ല. വളരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളൊക്കെ പത്രങ്ങളിലും ടി വികളിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ അഴിമതി ഒരു സെക്രട്ടറിയെ വിജിലൻസ് പിടിച്ച് അറസ്റ്റ് അകത്താക്കി വെളിയിലാണ് പോയത്. അന്ന് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും പിടിച്ചല്ല. പക്ഷേ നിർഭാഗ്യവശാൽ വഴുതി രക്ഷപ്പെട്ടു. അഴിമതിയുടെ കൂത്തരങ്ങാണ് ബ്ലോക്ക് ഓഫീസും പഞ്ചായത്ത് ഓഫീസും. ഇതിനെല്ലാം ഈ പൈസയെല്ലാം പിടിക്കുന്നതിൽ ഒരു ഭാഗം പാലോട് DCC പ്രസിഡന്റാണെന്ന് വളരെ വ്യക്തമായി DCC പ്രസിഡന്റ് പൈസ വാങ്ങിക്കുന്ന ആളാണ്. അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടിയെ തൊലച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പാർട്ടി എവിടെ എന്ന് ഞാൻ കോൺഗ്രസ്സുകാരോടും പാലോടിനോടും ചോദിക്കുന്നു. അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിലെ കോൺഗ്രസ് പാർട്ടി ഒരു SC വിഭാഗത്തിൽപ്പെട്ട മിത്രയിൽ പഠിച്ചൊരു പയ്യനാണ് പ്രസിഡന്റായിരുന്നത്. ആ പയ്യനെ പീഡിപ്പിച്ച് നിവർത്തിയില്ലാതെയാണ് CPM-ൽ പോയത്. അതുപോലെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് സംരക്ഷിക്കുമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് വളരെ വിനയപൂർവ്വം ചോദിക്കുന്നത്. സർവീസ് ബാങ്കിൻ്റെതായി ഇപ്പോൾ ഇറക്കിവിട്ടിരിക്കുന്ന അഴിമതി തെളിയിക്കാൻ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലും പത്രക്കാർക്ക് ചോദിക്കാറുണ്ടെങ്കിൽ ഞാൻ അത് മറുപടി. നിങ്ങളെ കൂടെ കൂടുതൽ പേര് വരുമോ? എൻ്റെ കൂടെ ഞാൻ മനസ്സ് വെച്ചാൽ വെള്ളനാട് പഞ്ചായത്തിൽ 1000 ആളുകൾ വരും. സ്ത്രീകൾ ഉൾപ്പെടെ. CPM-ലേക്ക് വരുമോ? CPM-ലേക്ക് വരും. എൻ്റെ കൂടെ വരുമ്പോൾ ഞാൻ CPM ആണല്ലോ. അത് 1000 ആളുകൾ ഞാൻ സംഘടിച്ചാൽ അവിടെ കുടുംബശ്രീ സംഘടിപ്പിച്ചത് ഞാനാണ്. അവിടെ തുടർ പദ്ധതി മുഴുവൻ സംഘടിപ്പിച്ചത് ശക്തമാക്കിയെടുത്തത് ഞാനാണ്. അവിടെ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. ഞാൻ 84 സർവീസ് ബാങ്ക് പ്രസിഡന്റായിരുന്നപ്പോൾ അന്നൊരു വീട്ടിൽ 2-3 പിള്ളേർ പ്രായപൂർത്തിയായിരിപ്പുണ്ട്. അയക്കാൻ നിവൃത്തിയില്ല. ഞാൻ വീട്ടിൽ പോയി അവരെ വിളിച്ച് എല്ലാവരും അംഗമാക്കി 1 ലക്ഷം രൂപ കൊടുക്കും. അങ്ങനെ 100-300 പെൺകുട്ടികൾ വിവാഹിതരായി പുറത്ത് പോയിട്ടുണ്ട്. പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അതിനൊന്നും പേടി വേണ്ട. എൻ്റെ സർവീസ് ബാങ്കിൽ ഇവിടെ ഇരിക്കുന്ന CPM-ൻ്റെ നേതാക്കൾക്കറിയാം. സർവീസ് ബാങ്കിൽ അന്വേഷണം നടന്നു. 8ഓളം അന്വേഷണം നടന്നു. ഒരു അന്വേഷണത്തിലും ഒരു നടപടിയും ഒരു തെറ്റും കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ ബാങ്ക് പ്രസിഡന്റായി ഞാനോ മറ്റ് മെമ്പർമാരോ ആരും ഒരു ലോൺ എടുത്തിട്ടില്ല. എൻ്റെ പേരിൽ ഒരു പൈസ ലോണില്ല. എൻ്റെ മകൻ കാനഡയിൽ പോയപ്പോൾ ലോൺ എടുത്തിട്ടുണ്ട്. അത് 1 കോടിയുടെ വസ്തു വച്ച് 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അത് മാത്രമേ അത് അഴിമതിയാണെന്ന് പാലോട് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് വേറെ ഒരുപാട് അഴിമതി പറയാം. അദ്ദേഹത്തിൻ്റെ 8 ബന്ധുക്കളെ മുണ്ടേല മോഹനൻ്റെ രാജീവ് ഗാന്ധി സംഘത്തിലും നെടുമങ്ങാട് കോമൺ സർവൻസ് സൊസൈറ്റിയിലും അദ്ദേഹത്തിൻ്റെ 8 ബന്ധുക്കളെ ഒരു നയ പൈസ പോലും കൊടുക്കാതെ വിലട്ട് നിയമിച്ചിട്ടുണ്ട്. അവർ പൈസ വാങ്ങിച്ചു. വെള്ളനാട് ശശി അറിയാവുന്ന ഒരാളും അങ്ങനെ പറയത്തില്ല. ഈ അഴിമതി ഞാൻ നടത്തിയിട്ടില്ല. അഴിമതി നടത്തിയാൽ ഞാൻ ഒരു പാർട്ടി MP സഹായിക്കാൻ അഭ്യർത്ഥിക്കില്ല. ഞാൻ സ്വന്തമായി ഹൈക്കോടതിയിൽ നേരിടും. എനിക്ക് കഴിഞ്ഞ 30 വർഷമായി ഏകദേശം 320 കേസുകൾ നെടുമങ്ങാട് കോടതിയിലുണ്ട്. എന്താ? റോഡ് വികസനവും തടി മുറിച്ചതും വസ്തുക്കൾ പിടിച്ചെടുത്തതും ഒക്കെ കേസുണ്ട്. ഞാൻ അങ്ങനെ ആര് പേടിച്ച് ജീവിക്കുന്ന ആളല്ല. അഴിമതി ഞാൻ നടത്തിയിട്ടില്ല. നടത്തിയാൽ ഞാൻ നിൽക്കാനും പഠിച്ചിട്ടുണ്ട്. അത് ചോദ്യം പറയാൻ പോകുന്നത് ശരിയല്ല. നടത്തിയിട്ടുണ്ട്. അത് അങ്ങനെ ഒരു അഴിമതി ഞാൻ നടത്തിയിട്ടില്ല. നിങ്ങൾ വെള്ളനാട് തിരക്കണം. നിങ്ങൾ 100 ആണ്ട് തിരക്കിയാൽ വെള്ളനാട് കുറിച്ച് ഒരാൾ പോലും പറയത്തില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സഹാക്കന്മാർക്ക് പോലും പറയാൻ പറ്റത്തില്ല.